സ്വപ്നത്തിൽ പോലും ഭയപ്പെടുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മറ്റൊന്ന് സ്വപ്നയാണ്. ഏത് നിമിഷവും സ്വപ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പിണറായിയുടെ കാര്യം അധോഗതിയാകും. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ പിണറായി കലയാൽ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. എപ്പോ വേണമെങ്കിലും വീഴാം. കാരണം പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ പിണറായിക്കെതിരെ നടക്കുന്നുണ്ട്. വീണ്ടും ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞെട്ടലോടെയാണ് പിണറായി വിജയൻ അത് കേൾക്കുന്നത്. പിണറായി കാണിക്കുന്ന എല്ലാ കൊള്ളരായ്മകളും വിളിച്ചു പറയുന്ന ഒരു നല്ല നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർ എന്ന രീതിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നോട്ടുള്ള നീക്കം പിണറായിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കാനിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും സംസ്ഥാന ഗവർണറായി നിയമിച്ചേക്കും. ഗവർണറുടെ നിയമനം 5 വർഷത്തേക്കാണെങ്കിലും കാലാവധി തീരുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ചുമതല നീട്ടി നൽകാനാണ് സാധ്യത. കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ ഗവർണറുടെ ചില നടപടികൾ ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പല നടപടികളെയും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നെതിർക്കുകയും തടയുകയും ചെയ്തുവെന്ന് കേന്ദ്ര സർക്കാരും കരുതുന്നുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും രാഷ്ട്രപതിക്ക് അയച്ച നടപടികൾ പിണറായി സർക്കാരിനെ സമ്മർദ്ദത്തിലുമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് സംസ്ഥാനത്തെ വോട്ടർമാരെ സ്വാധീനിച്ചതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടക്കുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച പരാതികളിൽ ഗവർണർ വീണ്ടും നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്.